ശ്രീ പ്രമോദ് പുഴങ്കര, അടുത്ത ഊഴത്തിൽ വരാം. ശ്രീ പ്രമോദ് പുഴങ്കര, ഇതിപ്പോൾ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നു, പരിഹാരമായിരിക്കുന്നു, ജനാധിപത്യ ഇന്ത്യയുടെ വിജയം, ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുപോലെ ഇടപെട്ടു, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപോലെ ഇടപെട്ടു എന്ന രീതിയിൽ സഭയിൽ നിന്ന് പ്രതികരണം വരികയാണ്. അവിടെ അവസാനിപ്പിക്കാമെന്നൊരു വലിയ വിഭാഗം കരുതുന്നു. ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്ന ഇടയലേഖനം ഏതൊക്കെ ഭാഗത്തു നിന്ന് വന്നു എന്നുള്ളതും അങ്ങയുടെ മുന്നിലുള്ള കാര്യമാണ്. അപ്പുറത്ത് ആ പെൺകുട്ടികൾ പറഞ്ഞ വിഷയം അവിടെ നിൽക്കുന്നു. ഒന്നും അവസാനിച്ചിട്ടില്ല, കേസും അവസാനിച്ചിട്ടില്ല. ഇത് NIA കോടതിയിലേക്കാണ് പോകുന്നത്. അങ്ങയുടെ അഭിപ്രായം എന്താണ്? ഇതിലൊരു വിട്ടുവീഴ്ച സഭയുടെ ഭാഗത്തുനിന്ന് അങ്ങ് കാണുന്നില്ലേ? തീർച്ചയായും സഭാ നേതൃത്വം, ഇന്ത്യയിലെ ക്രിസ്ത്യൻ സഭാ നേതൃത്വം വളരെ പാർശ്വവൽകൃതരായ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഭൂരിഭാഗമുള്ള അപൂർവം ചില സഭകളും അതിൻ്റെ നേതൃത്വവും ഒഴിച്ചാൽ ഭൂരിഭാഗം, എസ്പെഷ്യലി കാത്തലിക് ചർച്ചിൻ്റെ ലീഡർഷിപ്പ് എല്ലാം BJPയും സംഘപരിവാറുമായി ഒത്തുതീർപ്പെന്ന് മാത്രമല്ല, അവർക്ക് വിധേയരായി പ്രവർത്തിക്കാനും തങ്ങൾക്ക് സാധ്യമെങ്കിൽ BJPയുടെയും സംഘപരിവാറിൻ്റെയും കേരളം പോലെ തങ്ങൾക്ക് സ്വാധീനമുള്ള സഭാ നേതൃത്വത്തിന് ഒരു പരിധിവരെയെങ്കിലും ഡെമോഗ്രാഫിക് കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ തങ്ങളുടെ സ്വാധീനം സംഘപരിവാറിന് അതിൻ്റെ രാഷ്ട്രീയ അധികാരത്തിലേക്ക് എത്താനുള്ള വഴിയിലേക്ക് സഹായിക്കുന്നതിനും തയ്യാറായിട്ടുള്ള ഒരു വിഭാഗമായി പരസ്യമായി തന്നെ രംഗത്ത് വന്നിട്ടുള്ളവരാണ് ക്രിസ്ത്യൻ ചർച്ച് ലീഡർഷിപ്പ്. ഇപ്പോൾ ഈ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് അദ്ദേഹം, ഇതിൽ നമ്മൾ കാണുന്ന ഒരു സംവിധാനം നോക്കൂ. ഈ സംഘപരിവാർ എന്ന് പറയുന്നത്, ഞാൻ ഈ താഴത്തിൻ്റെ പ്രസ്താവനയിലേക്ക് വരുന്നതിന് വേണ്ടിയാണ് പറയുന്നത്. സംഘപരിവാർ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കന്യാസ്ത്രീകളെ വേട്ടയാടിയത് മതപരിവർത്തനവും ഹ്യൂമൻ ട്രാഫിക്കിങ്ങും എന്നൊക്കെ ആരോപിച്ചുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്നത് അതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. മറിച്ച് ഇന്ത്യയിൽ സംഘപരിവാറിൻ്റെ നേതൃത്വത്തിൽ എത്രയോ കാലങ്ങളായി ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന വലിയ വേട്ടയുടെ തുടർച്ചയാണത്. അത് ഗുജറാത്ത് കലാപത്തിൻ്റെയും മുസ്ലിം വംശഹത്യയുടെയും തുടർച്ചയാണ്. അത് മണിപ്പൂരിലെ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള വേട്ടയുടെ തുടർച്ചയാണ്. ഇന്ത്യയിൽ ആകമാനം ബീഫ് കൈവശം വെച്ചു എന്ന് ഒക്കെ പറഞ്ഞുകൊണ്ട് മുഹമ്മദ് അഖ്ലാഖ് എന്ന് പറഞ്ഞ ഒരാളെ ഭക്ഷണത്തിൻ്റെ പേരിൽ, വസ്ത്രത്തിൻ്റെ പേരിലെല്ലാം ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നതിൻ്റെ, പ്രത്യേകിച്ചും മുസ്ലിങ്ങളെ വേട്ടയാടുന്നതിൻ്റെയൊക്കെ തുടർച്ചയായ ന്യൂനപക്ഷങ്ങൾക്കെതിരായ സംഘപരിവാറിൻ്റെ ഹിന്ദുത്വ ഫാഷിസ്റ്റ് ഐഡിയോളജിയുടെ ഇംപ്ലിമെൻറ്റേഷനാണ്, നടപ്പാക്കലാണ് എത്രയോ കാലമായി നമ്മൾ കാണുന്നത്. അത് മോദിയുടെ ഭരണത്തിൽ, സംഘപരിവാറും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സംഘപരിവാർ ഇന്ത്യയുടെ രാഷ്ട്രീയ അധികാരം വലിയ തോതിൽ കൈയാളുന്നൊരു സമയത്ത് അത് അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഈ കാലത്ത് സംഘപരിവാറിനോട് ചേർന്ന് നിൽക്കുകയും അവർക്ക് വിധേയരായി നിൽക്കുകയും ചെയ്യുകയാണ് ക്രിസ്ത്യൻ ചർച്ച് ചെയ്യുന്നത്, ചർച്ചിൻ്റെ നേതൃത്വം ചെയ്യുന്നത്. അതിൻ്റെ ഈ വേട്ടയുടെ തുടർച്ചയാണ് കന്യാസ്ത്രീകൾക്കെതിരായിട്ടുള്ള ആക്രമണവും. എന്നാൽ ഇതിനെ ഒറ്റപ്പെട്ടൊരു സംഭവമായിട്ട് BJP കേരളത്തിൽ അവരുടെ ഒരു രാഷ്ട്രീയ അറേഞ്ച്മെൻറ്റിൻ്റെ ഒരു ടാക്ടിക്കൽ ലൈനിൻ്റെ ഭാഗമായിട്ട് ഇതിനെ ഒറ്റപ്പെട്ടൊരു സംഭവമായിട്ട് കാണിക്കുന്നതിനൊപ്പം അത് അങ്ങനെ കണ്ടില്ലെന്ന്, ഇതിൻ്റെ യഥാർത്ഥ വസ്തുതകളെ കണ്ടില്ലെന്ന് നടിക്കുകയും BJPയുടെ ഈ രാഷ്ട്രീയ പരിപാടിയുടെ കൂടെ നിൽക്കാനുമാണ് ക്രിസ്ത്യൻ സഭാ നേതൃത്വം ഇപ്പോഴും ശ്രമിക്കുന്നത്. വാസ്തവത്തിൽ അതങ്ങനെയല്ല. ഇപ്പോൾ ആൻഡ്രൂസ് താഴത്തിൻ്റെ രാജീവ് ചന്ദ്രശേഖർ ആൻഡ്രൂസ് താഴത്തിനെ കണ്ടപ്പോൾ അയാൾ എന്താ പറഞ്ഞത്? മൂപ്പര് പറഞ്ഞത് ഇതിൽ അമിത്ഷായും രാജീവ് ചന്ദ്രശേഖറും ഒക്കെ ഇടപെട്ടതിൽ സന്തോഷമുണ്ട്, ഇത് വളരെ ഭംഗിയായി കലാശിക്കുമെന്ന് കരുതുന്നു, ഇത് ഞങ്ങൾക്ക് നീതി കിട്ടുമെന്ന് കരുതുന്നു. അതിനുശേഷം ഇപ്പോൾ ജാമ്യം കിട്ടിയപ്പോൾ നേരത്തെ റബ്ബറിന് വില കൂട്ടിയാൽ BJPക്ക് വോട്ട് ചെയ്യുമെന്നുള്ള മട്ടിൽ വളരെ സിമ്പിളായിട്ട് സംഘപരിവാർ ന്യൂനപക്ഷങ്ങളുമായിട്ടുള്ള പ്രശ്നം പരിഹരിച്ച ബിഷപ്പ് പാംപ്ലാനി എന്ന് പറയുന്ന കക്ഷി പറഞ്ഞത് ഇതിന് മൂപ്പരും നന്ദി പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കൂ, വളരെ നഗ്നമായ രീതിയിലുള്ള ന്യൂനപക്ഷ വേട്ടയെ തങ്ങളുടെ ചർച്ചിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾക്ക് നേരെ നടന്ന വേട്ടയെ പോലും ഇത്തരത്തിലുള്ള വിശാലമായ ഒരു സംഘടിതമായ ഹിന്ദുത്വ ഫാഷിസത്തിൻ്റെ ന്യൂനപക്ഷ വേട്ടയിൽ നിന്ന് മാറ്റി ഒറ്റപ്പെട്ട സംഭവമാക്കി ചുരുക്കി കാണിക്കുകയും തങ്ങളുടെ വിധേയത്വം വീണ്ടും വീണ്ടും പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ സംഘപരിവാറിൻ്റെ കശാപ്പുശാലയിലേക്ക് തങ്ങളുടെ കുഞ്ഞാടുകളെ അറക്കാൻ വേണ്ടി കൊടുക്കുന്ന ദല്ലാളുകളായി മാറിയിരിക്കുകയാണ് ക്രിസ്ത്യൻ ചർച്ചിൻ്റെ ലീഡർഷിപ്പ് എന്നാണ് ഇതിൽ നിന്നും തെളിയുന്നത്. അവസാനിക്കുന്നത് സഭയിൽ നിന്നുള്ള പ്രതികരണം ഫാദർ ആന്റണി വടക്കേക്കര, ഇന്നിപ്പോൾ സഭ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ദീപിക മുഖപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, ആരും പിരിഞ്ഞു പോകരുത്, വർഗീയ ആൾക്കൂട്ടങ്ങൾ അവിടെ തന്നെയുണ്ട് എന്നുള്ളതാണ്. പക്ഷേ നമുക്കിതാ പിരിഞ്ഞു പോകാം, കൈയടിച്ച് പിരിഞ്ഞു പോകാം എന്ന് ഒരു വിഭാഗം നിങ്ങളിൽ തന്നെ ശക്തമായി വാദിക്കുന്നു എന്നൊരു വിഷയം കൂടി അവിടെ വരികയാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.